Okay. The name of the poem is Marvelous Travel. Marvelous Travel. ഇത് ഓരോന്നും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉൾപ്പെടെ പഠിച്ചിരിക്കുന്നത്, വായിപ്പിക്കുമേ അവസാനം. Marvelous Travel. It's a poem written by Joshua Fernandez. He was born on 1974. He is still alive. So അതുകൊണ്ട് ഡെത്ത് ഡേറ്റ് പറഞ്ഞിട്ടില്ല, അവിടെ ഡെത്തിൻ്റെ വർഷം പറഞ്ഞിട്ടില്ല. ആരെയും കൊണ്ട് വായിപ്പിക്കട്ടെ ഞാൻ ഓദറിനെ കുറിച്ച്. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളൊരാൾ വായിക്കാം. അക്ഷയ വായിച്ചേ അക്ഷയ. വായിക്കാൻ ഓദറിനെ കുറിച്ച് വായിക്കാൻ. ഓദറിനെ കുറിച്ച് ജോഷുവ. അതല്ല ഓദറിനെ കുറിച്ച് ജോഷുവ ഫെർണാണ്ടസിനെ കുറിച്ച്. ബി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബോൺ. ഞാൻ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പ്രൊഫൈൽ എഴുതാൻ ആദ്യം പഠിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ പ്രൊഫൈല്. അപ്പോൾ ഏതൊരു ഓദറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോഴും നിങ്ങൾ ആ ഓദറിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കണം. പ്രൊഫൈൽ എഴുതുന്ന ഫോർമാറ്റ് എല്ലാവർക്കും അറിയാലോ. 10ാം ക്ലാസ് വരെയും കമ്പൽസറി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രൊഫൈൽ എഴുതാനുണ്ടാവും. അതിപ്പോഴേ 8ാം ക്ലാസ് മുതലേ അതിൻ്റെ എഴുതുന്ന രീതി തറവായിട്ട് പഠിച്ചു പോകണം. ഒരു മാർക്ക് പോലും നമുക്ക് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ കുറയാൻ പാടില്ല കേട്ടോ. ആ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാലോ. എഴുതുന്നതിൻ്റെ രീതി സംശയമൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാവേ. ഓക്കെ ഞാൻ വായിച്ചു അക്ഷയ ഓദറിനെ കുറിച്ച്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഡിസൈനറായിട്ട് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല, കണ്ടിന്യൂസാ ഡിസൈനർ. അപ്പം ജസ്റ്റ് നമ്മുടെ മനസ്സിലൊരു കോമയുടെ ഒരു ഇതേ വരാവുള്ളൂ. നമ്മൾ ഫുൾ അങ്ങ് നടത്തുമല്ലോ. ഡിസൈനർ ഹൂ ഡയറക്ടോറിയൽ ഷോർട്ട് ഫോം. ബൂ ഫിലിംസ് എന്ന് പറഞ്ഞാലും മതി. ഫിലിം എന്ന് വായിക്കല്ലേ, ഫിലിം പ്രൊഡക്ഷൻ കമ്പനി. ഫിലിം എന്ന് വായിക്കരുത്, ഫിലിം. ഹി ഈസ് ആണോ അത്? ഹി ഈസ് ആണോ? എൻ്റെ ടെക്സ്റ്റ് ബുക്ക് എനിക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഈസ് ആണ്. ചേരയ്ക്ക് ഞാൻ ഡിസ്പ്ലേ ഇട്ടേക്കുന്നതിനകത്താണ് ഹാസ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ടെക്സ്റ്റിലും ഈസാ. ഓക്കെ. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ നമ്മുടെ ഡിജിറ്റൽ പ്രിന്റിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് സെൻറ്റൻസിന്. ടെക്സ്റ്റ് ബുക്കിൽ വേറെയാണ്. ഓക്കെ ജോഷ്, നമ്മളൊരു ഓദറിനെ കുറിച്ച് എഴുതുമ്പോൾ ആദ്യം പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ആദ്യം ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ക്ലൂ തരും. നെയിം ഓഫ് ഓദർ വരും, ബോൺ ഓൺ, പിന്നെ അല്ലെങ്കിൽ മെയിൻ വർക്ക്സ്, പിന്നെ അല്ലെങ്കിൽ എന്തുവാ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിൻഡ് തരും. ആ ഹിൻഡിനെ ബേസ് ചെയ്താണ് നമ്മളൊരു പാരഗ്രാഫിൽ എഴുതുന്നത്. 5 മാർക്കാണ് പ്രൊഫൈലിന് മിനിമം ഉള്ളത്. 5ൽ കൂടുതൽ ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള 6ലോട്ട് പോകാൻ. 5 മാർക്ക് ഉറപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു പ്രൊഫൈൽ റൈറ്റിംഗ് വരുമ്പോൾ ആദ്യം എന്താ കൊടുക്കണ്ടേ? ഒരു പ്രൊഫൈലിന് നമ്മൾ ഈ തന്നിരിക്കുന്ന ക്ലൂ എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ പ്രൊഫൈലിനെ പാരഗ്രാഫിലോട്ടാണ് ആക്കുന്നത്. അപ്പോൾ ആദ്യം ആരാണോ ഓദർ, ആ ഓദറിൻ്റെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. പ്രൊഫൈലിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ എഴുതുക, എന്നിട്ട് തൊട്ട് താഴെ എന്ത് കൊടുക്കുക? ആ ഓദറിൻ്റെ പേര് എഴുതുക. പിന്നീടാണ് നമ്മൾ ഹി വാസ് ബോൺ ഓൺ സോ ആൻഡ് സോ, ഹീസ് എ മലേഷ്യൻ ഫിലിം ഡയറക്ടർ. ആ ക്ലൂ എന്തെല്ലാം തരുന്നോ അപ്പോൾ അതെല്ലാം നമ്മൾ ആണാണെങ്കിൽ ഹി എന്നും, മരിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ വാസ് എന്നുള്ളതായ ഒരു സംബോധനയിൽ നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് എഴുതി നോക്കണം, കുറേ പ്രൊഫൈൽസ് കിട്ടുന്നതൊക്കെ എഴുതി നോക്കണം. ഞാനൊരു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതാന്ന് തോന്നുന്നു എക്സാമ്പിളായിട്ടൊക്കെ തന്നിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? പഴയ വീഡിയോ എടുത്ത് നോക്കുക. അന്ന് ഞാൻ പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ റൈറ്റിങ്ങും ഒക്കെ കേട്ടോ. Okay. Shall we start the poem? The Marvelous Travel was written by Joshua Fernandez. But traveling is a way of getting to know the world.
നമ്മൾ യാത്ര ചെയ്യുക, ചിലരുണ്ടല്ലോ ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ടി വിയിലും എല്ലാം നമുക്ക് സഫാരി ചാനലിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആരാ അത്? ആരാ? നമ്മുടെ ലേബർ ഇന്ത്യയുടെ ആളല്ലേ, സന്തോഷ്. അപ്പോൾ പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് പുള്ളിയുടെ യാത്രകളിലെല്ലാം ഉള്ളതായ ആ ക്ലിപ്പിങ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ കാണാൻ തക്കോണം അത് റെക്കോർഡ് ചെയ്ത് ടി വിയിലൂടെ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒന്ന് സന്ദർശിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ഇപ്പം നിങ്ങളിപ്പം ഗവിയിലോട്ടൊന്ന് പോയി അല്ലെങ്കിൽ ഊട്ടിയിലോട്ടൊന്ന് പോയെന്ന് വെച്ചു, ഫോട്ടോ എടുക്കും. അവിടുത്തെ കാഴ്ചകൾ മാക്സിമം നോക്കിക്കാണും അല്ലേ, നോക്കിക്കാണും. ചിത്രങ്ങൾ പകർത്താൻ പറ്റുന്നത് പകർത്തും. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കും. ഇപ്പം നിങ്ങൾ ഫോറിൻ കൺട്രി ഒരു അമേരിക്കയിലോട്ടൊന്ന് പോകാൻ അവസരം കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ സായിപ്പിനെയും മദാമയും കാണുമ്പോഴത്തേന്, ഫോറിനേഴ്സിനെ കാണുമ്പോഴത്തേന് അന്തം കിട്ടിയിരിക്കും അല്ലേ. ഇപ്പൊ കോളത്തോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഫോറിനേഴ്സിനെ കാണുമ്പോൾ ഇതുകൊണ്ടൊരു മദാമ പോകുന്നു, ഇതുകൊണ്ട് സായിപ്പ് പോകുന്നു, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ. അവരുടെ വസ്ത്രധാരണം, അവരുടെ സംസാരം, അവരുടെ യാത്ര, ഇതെല്ലാം നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പം നമ്മളൊരു യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനെ മനസ്സിലാക്കാൻ സാധിക്കും? വി ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു നോ ദ വേൾഡ്. ആ ലോകത്തിനെ, ആ ഒരു സിറ്റുവേഷനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെയധികം സാധിക്കും. ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ ആൻഡ് ലേണിംഗ് അബൌട്ട് ദർ ലൈഫ്സ്. അപ്പം ഈ യാത്രയിൽ നമ്മളുടെ പ്രധാന എയിം എന്താ? എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാ? പുതിയ ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കുക. പിന്നെ എന്ത് കണ്ടുപിടിക്കുക? അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ നമ്മൾ നമ്മുടെ യാത്രകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പം എവിടെയാണേലും നമ്മുടെ ജോഷുവ ഫെർണാണ്ടസിൻ്റെ ഒരു യാത്ര, ആ യാത്രയിൽ അദ്ദേഹം ട്രാവൽ ചെയ്തപ്പോൾ കണ്ടതായ കാഴ്ചകൾ എന്തൊക്കെയാണ്, ആ യാത്ര അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന പോമാണ് ദ മാർവലസ് ട്രാവൽ. വാട്ട് മീൻ ബൈ ദ വേർഡ് മാർവലസ്? എന്താ മാർവലസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? മാർവലസ്, ഹാവ് യു ഹേർഡ് അബൌട്ട് ദ വേർഡ് മാർവലസ്? എന്താ അർത്ഥം? എന്താ എൻ്റെ? വണ്ടർഫുൾ അല്ലേ. വണ്ടർഫുൾ എന്ന് വെച്ചാൽ വിസ്മയകരമായ, അതിശയിപ്പിക്കുന്ന, വിസ്മയകരമായ അല്ല അതിശയിപ്പിക്കും. മീനിങ്സ് എഴുതുന്നുണ്ടോ? ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. സംശയമുണ്ട്, നോട്ട് എഴുതാനായിട്ടൊരു ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നോ? HSS ലൈവ് എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് മീനിങ്സ് ഉണ്ട്, അതിൽ സാമ്പിൾ ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ആ ലിങ്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നോട്ട് എഴുതാനായിട്ടുള്ള അപ്പം മലയാളത്തിൽ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാനും ഒക്കെ ഉപകാരപ്രദമാണ്. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്താലോ? മാർവലസിന്റെ മീനിങ് എന്താ? വിസ്മയകരമായ. ഇംഗ്ലീഷിലെ മീനിങ് വണ്ടർഫുൾ, സംതിങ് പ്ലീസിങ്, വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന. അപ്പം മാർവലസ് ട്രാവൽ, വണ്ടർഫുൾ ആയിട്ടുള്ള, അതിശയിപ്പിക്കുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഹെലന, ഫസ്റ്റ് സ്റ്റാൻസ് ഒന്ന് വായിക്കാവോ? പെട്ടെന്ന് വരും. ഓക്കെ. ഐ ട്രാവൽ വിത്ത് മൈ ഐസ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്? ഐ ട്രാവൽ വിത്ത് മൈ ഐസ്. എൻ്റെ കണ്ണുകൊണ്ട് യാത്ര ചെയ്യുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? എൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് ഞാൻ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് തുറന്നു പിടിച്ച് നടക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നേ? വളരെയധികം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. വളരെയധികം കീൻലി ഒബ്സർവിങ്. കീൻലി എന്ന് വെച്ചാൽ എന്താ? അതിസൂക്ഷ്മമായ, സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. അവിടുത്തെ ഓരോ ചലനങ്ങളും ഓരോ ചിത്രങ്ങളും വളരെയധികം ഞാൻ നോക്കിക്കാണും. ഐ ട്രാവൽ വിത്ത് മൈ ഐസ്. അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനും അത് തന്നെ. വൈ ഡസ് ദ ബോയ് സേ ദാറ്റ് ഹി ട്രാവൽസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ്? താഴോട്ട് വരുമ്പോൾ അതിൻ്റെ തോട്ട്സ് കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം എന്താ നമുക്കവിടെ എഴുതാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ അത് അർത്ഥമാക്കുന്നത്? ഹി കീൻലി ഒബ്സർവ്സ്, ദാറ്റ് ഈസ് ഹി keenly watches the things that
ഹി കം അക്രോസ്, അദ്ദേഹം കടന്നു പോകുന്നതായ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്യാണ്? കീൻലി വാച്ചസ്, സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. വാച്ചിങ് ദോസ് സൈലന്റ്ലി ക്രൈ. സൈലന്റ്ലി ക്രൈ എന്താ സൈലന്റ്ലി ക്രൈ എന്ന് ഉദ്ദേശിക്കുന്നത്? സൈലന്റ് എന്ന് വെച്ചാൽ എന്താ? നിശബ്ദം. സൈലന്റ്ലി ക്രൈ എന്ന് പറയുമ്പോൾ എന്താ? നിശബ്ദമായ കരച്ചിലെന്ന് വെച്ചാൽ ചെറിയ ശബ്ദങ്ങൾ പോലും, ആരും ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ അതിസൂക്ഷ്മമായ രീതിയിൽ ഞാൻ വാച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ശബ്ദമുണ്ടാക്കാതെ കരയുന്ന കരച്ചിലുകൾ പോലും, ആ കരച്ചിലുകൾ ചിലപ്പോൾ യാത്രകളാവാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല ഫ്രണ്ട്സിനെയും കണ്ടുമുട്ടും അല്ലേ? ചില സമയത്ത് അവർ നമ്മളെ സഹായിക്കുന്നവരാവാം. ആ സഹായിക്കുന്ന സുഹൃത്തുക്കളെ പിന്നീട് ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെന്നിരിക്കാം. അപ്പോൾ ചിലരെ നല്ല സൗഹൃദത്തിലായി കഴിയുമ്പോൾ പോകുന്ന സമയത്തൊരു ചെറിയ വിങ്ങൽ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ളതായ സ്നേഹബന്ധങ്ങൾ പോലും അദ്ദേഹം ആ യാത്രയിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് കീനായിട്ടുള്ളതായ ഒരു ഒബ്സർവേഷനാണ് ആര് നടത്തുന്നത്? യാത്രയിൽ ഉടനീളം ആര് നടത്തുന്നത്? നമ്മുടെ ജോഷുവ ഫെർണാണ്ടസ് നടത്തുന്നത്. ഇത് കാണാമല്ലോ സ്ക്രീന്? എനിക്ക് നിങ്ങളെയും കൂടെ കാണാൻ വേണ്ടിയിട്ട് അയച്ചിരോടൊന്ന്. ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് നിങ്ങളുടെ മുഖം കൂടെ കാണുമ്പോഴേ ഒരു സന്തോഷമുണ്ടല്ലോ, അതിനാ സ്ക്രീൻ ഒന്ന് ശരിയാക്കിയിട്ട്. ബുദ്ധിമുട്ടില്ലല്ലോ ടെക്സ്റ്റ് കാണുന്നതിന്? ഓക്കെ. I travel with my eyes, watching those silently cry, asking themselves the question why. Someone left them without saying goodbye. ഞാൻ പോകുന്ന വഴിയിൽ ധാരാളം സുഹൃത്തുക്കളെ എനിക്ക് കണ്ടുമുട്ടാൻ കിട്ടും അല്ലേ? ആസ്കിങ് ദം ദ ക്വസ്റ്റ്യൻ വൈ. ഇപ്പോൾ ചിലരുടെ ആ സൈലന്റ് ക്രൈ, സൈലന്റ് ആയിട്ടുള്ള മൗനമായിട്ടുള്ള കരച്ചിലുകൾക്ക് കാരണം എന്തെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതായത് കുശലാന്വേഷണം നടത്താറുണ്ട്, അവരുടെ വിവരങ്ങൾ തിരക്കാറുണ്ടെന്നർത്ഥം. അവരുമായിട്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ടെന്നർത്ഥം. someone left them without saying goodbye. അപ്പോൾ അവരുടെ സൈലന്റ് ആയിട്ടുള്ള കരച്ചിൽ ചിലപ്പം കാരണം എന്തായിരിക്കാം? ചില സമയത്ത് അവരുടെ കാരണം എന്തായിരിക്കാം? someone left them without saying goodbye. എന്തായിരിക്കാം കാരണം? ചില ആളുകൾ നമ്മളോട് പറയാതെ നമ്മളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടാവാം. അപ്പം ചിലപ്പോൾ മരണത്തിലേക്കാവാം, അല്ലെങ്കിൽ ദൂരസ്ഥലത്തേക്കാവാം, പല രീതിയിലാവാം. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള വിഷമതകളായിരിക്കാം. അപ്പോൾ ആ യാത്രയിലെല്ലാം അദ്ദേഹം എല്ലാവരുടെയും ക്ഷേമങ്ങളും അന്വേഷിക്കാറുണ്ട്, എല്ലാവരുടെയും ചെറിയ ചെറിയ സങ്കടങ്ങൾ പോലും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. I travel with my eyes, watching those silently cry, asking themselves the question why. Someone left them without saying goodbye. Second stanza, Akshaya, can you read? Right. Okay. I travel with my thoughts. ഞാൻ എൻ്റെ തോട്ട്സും കൊണ്ടാണ്. തോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ? വിമൻ. WOMAN ആണ് വുമൺ. ഇതിൻ്റെ പ്ലൂറലാണ് വിമൻ. മാൻ ആണ് MAN. മെൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലൂറലായി MEN. ഓക്കെ, വിമൻ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ഞാൻ എൻ്റെ ചിന്തകൾ കൊണ്ട് യാത്ര ചെയ്യുന്നു. ചിന്തകൾ കൊണ്ട് യാത്ര ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ് അല്ലേ? ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ? അന്വേഷിക്കുകയാണ്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര മനോഹരമായിട്ട് പോകുന്നത്, അങ്ങനെയുള്ളതായ ചിന്തകൾ ഓരോ. ആദിലയുടെയാണോ? ഇച്ചിരി ആദില നല്ല, അത് ആരുടെയായിരുന്നു ആദില എന്നുള്ളത്? അൻസലിനയുടെ ആയിരുന്നു ഇല്ലയോ? അൻസലിനയുടെ ഇച്ചിരി എക്കോ പോലെ കേൾക്കും ഓഡിയോ ഓൺ ചെയ്യുമ്പോൾ. 2 ഫോണുണ്ടോ? അൻസലിനയുടെ ആണ് ഓഡിയോ ഇച്ചിരി. ഓക്കെ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നു. ചിന്തകൾ കൊണ്ട് യാത്ര. ചന്ദന മനോജ് ആണോ? ദിവ്യ മനോജ് അക്കൗണ്ട് ആരുടെയാ? അവന്തിക. എൻ്റെ ഇടയ്ക്ക് വേറെ ആരാ കാര്യം പറയുന്നേ?
ഓക്കെ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ഞാൻ എൻ്റെ ചിന്തകൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അനിയത്തിയാണോ ഇംഗ്ലീഷ് പഠിക്കുമെന്ന് തോന്നുന്നു. അവന്തിക അവിടെ ഇംഗ്ലീഷ് പഠിക്കില്ലേ? അനിയത്തിയാവും ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. പിന്നെ കൊച്ചു പാവം അതൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. അന്നേരം പറയാ ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ഞാൻ എൻ്റെ ചിന്തകൾ കൊണ്ട് യാത്രയിലെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യും. ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്പ്ലോർ ചെയ്യാണ്. ഞാൻ ഓരോ കാഴ്ചകളെയും ഞാനിങ്ങനെ വിശകലനം ചെയ്ത് പോവാണ്. ഐ ട്രാവൽ വിത്ത് മൈ പെൻ. ഞാൻ പേനയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. പേനയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? എന്താ? ഞാൻ കാണുന്നതായ കാഴ്ചകൾ, എൻ്റെ യാത്രയിലെ അനുഭവങ്ങൾ അല്ലേ? യാത്രാക്കുറിപ്പുകൾ എഴുതാനായിട്ട് യാത്രയിലെ ഓരോ അനുഭവങ്ങളും ഞാൻ കുറിച്ച് വെക്കാറുണ്ട്. ട്രാവലോഗ്സ്, അതായത് യാത്രാക്കുറിപ്പുകൾ ട്രാവലോഗ്സ് എഴുതാനായിട്ട് ഞാൻ എൻ്റെ പെന്നൂടെ എൻ്റെ യാത്രയിലുടനീളം എൻ്റെ പെന്നും കൊണ്ടുപോകാറുണ്ട്. ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ആരെക്കുറിച്ചൊക്കെ എഴുതാനാ? സാറാ, ഞാൻ അടുത്ത പാരഗ്രാഫിലോട്ട് എത്തിയില്ല. അതിനു മുമ്പ് നീ മീനിങ് ചോദിക്കുന്നു. അടുത്ത സ്റ്റാൻസിൽ എത്തിയില്ല. തേർഡ് സ്റ്റാൻസിൽ എത്തിയില്ല. സെക്കൻഡേ ആയുള്ളൂ. ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ഞാൻ ആ യാത്രയിലുടനീളം കാണുന്നതായ കുട്ടികളെക്കുറിച്ച്, അത് കുട്ടികളെക്കുറിച്ച് എന്ന് പറയുമ്പം കുട്ടികളുടെ പല പെരുമാറ്റ രീതികളുണ്ടാവാം, പല കളികളുണ്ടാവാം. ആ കാഴ്ചയിൽ എന്ത് കാണുന്നോ ആ കാര്യങ്ങൾ. വിമൻ, സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണമാവാം, അവരുടെ ഭക്ഷണ രീതിയാവാം, അവരുടെ പെരുമാറ്റമാവാം. മെൻ, പുരുഷന്മാരുടെ വസ്ത്രധാരണമാവാം. അങ്ങനെ യാത്രയിൽ എന്തെല്ലാം ഞാൻ കാണുന്നോ അവയെല്ലാം ഞാൻ കുറിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ ചെയ്യുന്ന ഓതർ അപ്പോൾ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുന്നത്? ഹി ട്രാവൽ വിത്ത് ഹിസ് ഐസ്, തോട്ട്സ് ആൻഡ് പെൻ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പോയറ്റ് ട്രാവൽസ് വിത്ത് ഹിസ് ഐസ്, തോട്ട്സ് ആൻഡ് പെൻ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? പറ ശിവാനി. കാണുന്ന കീനായിട്ട് ഒബ്സർവ് ചെയ്യല്ലേ? ഓക്കെ. സൂക്ഷ്മമായി കാണും, മനസ്സിലാക്കും. തോട്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നു. പെൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താ? അത് എഴുതി വെക്കുന്നു. അപ്പം നല്ല രീതിയിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്താണ്, അതായത് യാത്രയെ പരമാവധി ചൂഷണം ചെയ്തെടുത്താണ് അദ്ദേഹം ആ യാത്രയെ ആസ്വദിക്കുന്നത്. ഇനി തേർഡ് സ്റ്റാൻസിലോട്ട് പോ. അനക്ക, ക്യാൻ യു റീഡ് ദ തേർഡ് സ്റ്റാൻസ്? വായിച്ചേ. Okay. I travel with my voice. ഞാൻ എൻ്റെ ശബ്ദം കൊണ്ട് യാത്ര ചെയ്യുന്നു. I travel with my hope. ഹോപ്പ് എന്താ? പ്രതീക്ഷ കൊണ്ട് യാത്ര ചെയ്യുന്നു. ഹോപ്പ്, പ്രതീക്ഷ. That something new would spring into my horoscope. എന്ത് പ്രതീക്ഷയാണ്? ഞാൻ എൻ്റെ വോയിസും കൊണ്ട് എൻ്റെ ശബ്ദം കൊണ്ട് വെച്ചാൽ ഒരു ട്രാവലിൽ, ഒരു യാത്ര ചെയ്യുമ്പോൾ ഉള്ള ശബ്ദം എങ്ങനെയാണ് നമ്മൾ പ്രയോജനം? ഞാൻ ശബ്ദം കൊണ്ട് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരോടൊപ്പം എന്ത് ചെയ്യാണ്? കുശലാന്വേഷണമൊക്കെ നടത്തി സംസാരിച്ച് അല്ലേ? നമുക്ക് നിങ്ങളെ ഇപ്പം സ്കൂൾ തുറന്ന് ക്ലാസ്സിലോട്ട് ഇരുത്തിയാൽ നിങ്ങളുടെ അടുത്ത് എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും മിണ്ടാതിരിക്കുമോ നിങ്ങൾ? ഇത്രയും ഒരു വർഷം കാണില്ല, 2 വർഷം കാണാതിരുന്നതിൻ്റെ എല്ലാം കൂടെ തകർത്ത് വാരിയെടുക്കും, ഇല്ലയോ? അപ്പൊ എന്തൊക്കെ അപ്പൊ നിങ്ങളുടെ വോയിസും കൊണ്ട് നിങ്ങൾ ജയിക്കും. എനിക്ക് തോന്നുന്നു 1 വർഷം, ഒരു 5 മാസം തന്നാൽ പോലും നിങ്ങൾക്ക് പറയാനുള്ള വിശേഷങ്ങൾ പറഞ്ഞു തരുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ബഹളമായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ യാത്രയിൽ കാണുന്ന ആൾക്കാരോടെല്ലാം എന്ത് ചോദിക്കാറുണ്ട്? വോയിസ് കുശലാന്വേഷണം നടത്താറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. ഞാൻ പ്രതീക്ഷകളും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എന്തിൻ്റെ പ്രതീക്ഷ? ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. സ്പ്രിങ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്പ്രിങ്, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്നർത്ഥം. ടു അപ്പിയർ ക്വിക്ലി, പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. അപ്പിയർ ക്വിക്ലി, പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. ഹോറോസ്കോപ്പ് എന്താ? ഹോറോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ ജാതകം എന്നൊക്കെ പറയത്തില്ലേ? ഒരു ഗ്രഹനില, ഒരു ജാതകം, അതായത് ഒരാളുടെ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാം. ഭാവിയെക്കുറിച്ച്, ഭാവിയെ പറയാൻ വന്നാരാ? ഭാവി കാര്യത്തില്, ഭാവിയിലേക്ക് എനിക്കൊരു എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാറ്റം വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എൻ്റെ ജാതകത്തിൽ
ചെറിയൊരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ. അത് നമ്മുടെ യാത്രയിൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ളതായ ഒരു പ്രതീക്ഷ. അദ്ദേഹം ആ ഒരു ഹോപ്പും കൊണ്ട് യാത്രയാണ്. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്, ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. എന്തിൻ്റെ ഹോപ്പാണ്? ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. എൻ്റെ ആ ഫ്യൂച്ചറിൽ, എൻ്റെ യാത്രയുടെ ആ ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും പുതിയത് പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെടും. പെട്ടെന്ന് സംതിങ് വിൽ അപ്പിയർ ക്വിക്ക്ലി ടു മൈ ഫ്യൂച്ചർ. എൻ്റെ യാത്രയിൽ എനിക്ക് സഹായകരമായ എന്തെങ്കിലും പുതിയത് വരുമെന്നുള്ളൊരു പ്രതീക്ഷ. ഓക്കെ, ഇനി അടുത്ത, വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, there's always be something interesting to scope. ഏഷ്യയിലാണേലും അമേരിക്കയിലാണേലും യൂറോപ്പിലാണേലും ഏത് സ്ഥലത്താണേലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും പുതിയത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. there always be something interesting to scope. scope എന്ന് വെച്ചാൽ എന്താ? സ്കോപ്പ് മീൻസ് ഭാവിയുള്ള, അതായത് എന്താ പറയുന്നത്, ഓപ്പർച്യൂണിറ്റി എന്നുള്ള അവസരം. സ്കോപ്പ് ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഭാവിയുള്ള. there's always be something interesting. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയാവുന്നേ? ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? എന്താ കേട്ടില്ല? താല്പര്യപൂർവ്വം, അതായത് എനിക്ക് താല്പര്യമുള്ള ഒരു അവസരം എൻ്റെ മുന്നിൽ വരും. അത് എവിടെയാണേലും, അമേരിക്കയിലാണേലും ഏഷ്യയിലാണേലും യൂറോപ്പിലാണേലും എവിടെയാണേലും എനിക്ക് താല്പര്യമുള്ളതായ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എൻ്റെ മുന്നിൽ വരുമെന്നുള്ളതായ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു പ്രതീക്ഷ ചിലപ്പോൾ എനിക്ക് എൻ്റെ ജാതകം തന്നെ മാറ്റിമറിക്കുന്നതാവാം, എൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്നതാവാം. ഓക്കെ, ഇനി അടുത്ത അർച്ചന, can you read the next stanza, fourth stanza? അർച്ചന വായിക്കും. ഓക്കെ വായിക്കും. ഓക്കെ, ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. ഞാൻ പല സ്ഥലങ്ങളിലൂടെ യാത്ര. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ വ്യത്യസ്തമായ, പല വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെയും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ? പല ജാതിയിലുള്ളവരുണ്ടാവാം അല്ലേ? പല ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് പല സംസ്കാരവും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വന്നാലും ആദിവാസി കുറച്ച് കൂട്ടരുണ്ട് അല്ലേ? കാട്ടിൽ അവിടുത്തെ ഭക്ഷണമെല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്ന കുറേ കൂട്ടരുണ്ട്. കാട്ടിൽ നിന്ന് മാറി രണ്ടിൻ്റെ ഇടയിലായിട്ട് താമസിക്കുന്ന കുറേ പേരുണ്ടാവും. പിന്നെ അവിടെ തന്നെ വരുമ്പോൾ പല സംസ്കാരമാണ്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പലയിടത്തെയും സംസ്കാര രീതികൾ വ്യത്യാസമല്ലേ? ഭക്ഷണ രീതികൾ വ്യത്യാസമല്ലേ? അല്ലേ? പല രീതിയിലല്ലേ? നമ്മുടെ ഈ സാറ ഈ കോഴിക്കോട്ടുള്ളതായ മുസ്ലിംസും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിംസും ഒരേ ഇതാണോ? മലപ്പുറം കോഴിക്കോടൊക്കെ ചെല്ലുമ്പം എന്തായാലും ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഒന്നുകൂടെ കൂടുതൽ ആഴത്തിലുള്ളതായൊരു രീതിയല്ലേ? വ്യത്യാസമല്ലേ? വിശ്വാസത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു വ്യത്യസ്തതയില്ലേ? അപ്പം അത് തൃശ്ശൂർ ഭാഗത്തോട്ട് നിന്നാൽ തൃശ്ശൂർ ഭാഷ എങ്ങനെയാ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? ഓരോ എങ്ങനെയാ? ഭയങ്കര സ്പീഡുമാ, വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്തോടൊക്കെ ചെല്ലുമ്പോൾ എന്തിരപ്പി എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ തൊട്ടൊക്കെ ആവും അല്ലേ? ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴുള്ളതായ ഭാഷാ രീതികൾ വ്യത്യാസമാണ്. അവരുപയോഗിക്കുന്ന വാക്കുകൾ തന്നെ വ്യത്യാസം. നമ്മുടെ ഏതോ ഒരു ചാനലിൽ ഞാൻ ഒരിക്കൽ കാണാൻ, അതെനിക്ക് രസകരമായിട്ട് തോന്നി. ഞാൻ പണ്ട് കണ്ടിന്യൂസ് ഇന്ന് കാണുമായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ ഉപകരണത്തിന് പോലും പറയുന്ന വ്യത്യസ്തമായ പേരുകൾ. അത് ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കല്ല ഈ പത്തനംതിട്ട ജില്ലയിൽ വരുമ്പം ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലും വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ അത് ചെറിയൊരു വ്യത്യാസം അതിർത്തി തമ്മിലുണ്ടെങ്കിൽ പോലും ഇത് അതിൽ നിന്ന് അങ്ങേ അറ്റത്തോട്ട് പോകുമ്പോഴെന്താ, കേരളത്തിന് അങ്ങേ തലത്തിലോട്ട് പോകുമ്പോൾ ഒന്നുകൂടെ അങ്ങ് കേട്ടില്ല സാറാ? ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ് മിക്സ് വിത്ത് മെനി റേസസ്. റേസസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പല റേസസ് എന്ന് പറയുമ്പോൾ എന്താ? സാധാരണ ഒരു റേസ് നമുക്കറിയാം, മത്സരം എന്നുള്ള അല്ലേ? റണ്ണിങ് റേസ്
പല ജാതികൾ, പല പല ടൈപ്പിലുള്ള ആൾക്കാർ, പല ജീവിത സാഹചര്യങ്ങളുള്ള വ്യക്തി. നമ്മുടെ ഇവിടെ തന്നെ പറഞ്ഞാൽ എന്തുവാ, ആദിവാസികളുണ്ടാവാം, ആദിവാസികളിൽ തന്നെ പല പല ജാതി ഇതിലെ വ്യത്യാസമുള്ളവരുണ്ടാവാം അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ജീവിതശൈലിയുള്ള ആൾക്കാർ, മിക്സ് വിത്ത് മെനി റേസസ്, അങ്ങനെ പല ജീവിതശൈലിയുള്ള ആൾക്കാരുടെ, പല ജാതികളുടെ ഒരു കൂട്ടം ഞാൻ അങ്ങനെ കാണാറുണ്ട്. ഐഡന്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദർ ഫേസസ്. ട്രൈബ്സ്മെൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രൈബിൻ്റെ, ഏതെങ്കിലും ഒരു ഒരു ജാതിയുടെ തലപ്പത്ത് ഒരു മെമ്പർ ഓഫ് എ ട്രൈബ്. ട്രൈബ്സ്മെൻ എന്ന് പറയുമ്പോൾ മെമ്പർ ഓഫ് എ ട്രൈബ്, ഒരു ആദിവാസി നമുക്ക് പറയാം, ഒരു ട്രൈബിൻ്റെ ഒരു മെമ്പറിനെ, ഒരു വ്യക്തിയെ. ആ വ്യക്തിയെ പോലും ഞാൻ ഫേസും കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, അവരുടെ മുഖം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദർ ലേസസ്. എന്താ ഈ ലേസസ് എന്ന് പറയുന്നത്? ഷൂ ലേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഫ്രോക്കിന് ലേസ് ഉണ്ട്. കൊച്ചുകുട്ടികളുടെയൊക്കെ ഫ്രോക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? നിങ്ങളൊക്കെ ഷൂസിനും ഉണ്ട് ലേസ് ഉണ്ട്. ഷൂസിൻ്റെ ലേസ് എന്ന് പറയുമ്പോൾ എന്താ? ചെറിയ ചരട് അല്ലേ, കെട്ടിമുറുക്കി വെക്കുന്ന ചെറിയ ചരട്. ഫ്രോക്കിൻ്റെ ലേസ് ഉണ്ട്. കുറേ കെട്ടുന്ന മാത്രമല്ല, നല്ല ഈ സൈഡ് വർക്കൊക്കെ ചെയ്യത്തില്ലേ, നല്ല എന്തുവാ, ഗ്ലാസ് ടൈപ്പ് അല്ലെങ്കിൽ യെല്ലോ കളറിലെ റിബൺ വെച്ചിട്ടൊക്കെ ഫ്രോക്കിനുമൊക്കെ സൈഡ് വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്ത്, അത് ലേസുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ചരടുകൾ എന്നർത്ഥം, ചെറിയ ചെറിയ തിന്നായിട്ടുള്ള ചരടുകൾ. ഫാബ്രിക് ഓഫ് തിൻ അല്ലെങ്കിൽ ഫൈൻ ഫാബ്രിക് ഓഫ് കോട്ടൺ ഓർ സിൽക്ക്, കോട്ടൻ്റെയോ സിൽക്കിൻ്റെയൊക്കെ ചെറിയ നാരുകൾ അല്ലെങ്കിൽ ചെറിയ പീസുകളെയാണ് നമ്മൾ ഫാബ്രിക് ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ അവരുടെ ആ വസ്ത്രത്തിലുള്ള ലേസ് ഉപയോഗിച്ചിട്ട് പോലും ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഐഡന്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദർ ഫേസസ് ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദർ ലേസസ്. ഞാൻ ആദിവാസികളെ അല്ലെങ്കിൽ ഒരു ട്രൈബിൻ്റെ മെമ്പറിനെ എല്ലാം അവരുടെ ഫേസും കൊണ്ട് ഐഡന്റിഫൈ ചെയ്യും. കൊച്ചുകുട്ടികളെയൊക്കെ, കൊച്ചു പെൺകുട്ടികളെ അവരുടെ ഫ്രോക്കിൻ്റെതായ അല്ലെങ്കിൽ ഷൂസിൻ്റെതായ ലേസും കൊണ്ട്, ആ ചരടും കൊണ്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്യും. അടുത്ത സ്റ്റാൻസ് അഞ്ജലി, ക്യാൻ യു റീഡ്? അഞ്ജലി കൃഷ്ണ, അഞ്ജലി കൃഷ്ണ വായിക്കുവാന്നോ? ഓഡിയോ ഓൺ ചെയ്തില്ല. അഞ്ജലി കേൾക്കുന്നില്ലെന്തോ, കേൾക്കുന്നില്ലേ? അഞ്ജലി കൃഷ്ണ ലാസ്റ്റ് സ്റ്റാൻസ് വായിക്കൂ. വായിര്. ഐ ട്രാവൽ. പ്ലീസ് ലിസൺ. testimony. Ugly. Every is worth life journey. Always be marveled. ഓക്കെ, അഞ്ജലി കുറേ വായിച്ച് പഠിക്കണം കേട്ടോ. റീഡ് ചെയ്യുന്നതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളേ. തപ്പുന്നുണ്ട് നല്ലോണം. ഐ ട്രാവൽ വിത്തൗട്ട് മണി. ഞാൻ യാത്ര ചെയ്യുന്നത് എന്തില്ലാതെയാണ്? പൈസയൊന്നും എൻ്റെ കയ്യിൽ അങ്ങനെ സമ്പത്തൊന്നും ഞാൻ സൂക്ഷിച്ചുകൊണ്ടല്ലേ ഞാൻ യാത്ര ചെയ്യുന്നത്. വിത്തൗട്ട് മണി. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി. ടെസ്റ്റിമണി എന്താ? ഐ തിങ്ക് ദാറ്റ് ഈസ് എവിഡൻസ് ഓഫ് സംതിങ്. എന്തിൻ്റെയെങ്കിലും ഒരു തെളിവ്. ടെസ്റ്റിമണി, തെളിവ്. ഐ തിങ്ക് ദാറ്റ് ഈസ് എവിഡൻസ് ഓഫ് സംതിങ്, എന്തിൻ്റെയെങ്കിലും ഒരു തെളിവ്. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി. എൻ്റെ ആ യാത്രയുടെ ആ തെളിവിലേക്ക്, അല്ലെങ്കിൽ ഞാൻ മണിയില്ലാതെ, അല്ലെങ്കിൽ സമ്പാദ്യമൊന്നും ഇല്ലാതാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഞാൻ സമ്പാദിച്ച് കൂട്ടിയിട്ടല്ല യാത്ര ചെയ്യുന്നത്. ഒരു സമ്പാദ്യവും ഇല്ലാതെ ഞാനിങ്ങനെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ഞാനിങ്ങനെ പോവാണ്. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. ദ ഗുഡ് നല്ലത്, ദ ബാഡ് മോശമായത്, ആൻഡ് ഈവൻ ദ അഗ്ലി. അഗ്ലി എന്ന് പറയുമ്പോൾ എന്താ? സൗന്ദര്യമില്ലാത്തത്, വൃത്തികെട്ടത്, വൃത്തിയില്ലാത്തത്, ഏതാണെങ്കിലും. എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേർണി. എല്ലാ എക്സ്പീരിയൻസ്, എല്ലാ അനുഭവങ്ങളും വർത്ത് എന്ന് വെച്ചാൽ വർത്ത് ലൈഫ്സ് ജേർണി, ജീവിതത്തിൻ്റെ യാത്ര. ജേർണി എന്ന് പറയുന്നത് യാത്ര. ജീവിതത്തിൻ്റെ യാത്രയിൽ വർത്താണ്. വർത്ത് എന്ന് വെച്ചാൽ എന്താ? മൂല്യമുള്ളതാണ്, വിലയേറിയതാണ്, മൂല്യമുള്ളതാണ്, വാല്യൂ ഉള്ളതാണ്.
നമ്മുടെ ജീവിതയാത്രയിൽ കാണുന്ന എല്ലാ സന്ദർഭങ്ങളും അത് നല്ലതാവാം, മോശമാവാം, പിന്നെ സൗന്ദര്യമുള്ള ഇല്ലാത്തതാവാം, വൃത്തി ഇല്ലാത്തതാവാം, ഏതാണേലും നമ്മുടെ ജീവിതയാത്രയിൽ കിട്ടുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് വലിയൊരു വാല്യൂവാണ്, വലിയ പാഠമാണ് പറഞ്ഞു തരുന്നത്. ഫോർ ഐ വിൽ ഓൾവേസ് ബി മാർവൽഡ് വെനെവർ ഐ ട്രാവൽ. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം എനിക്കെന്താണ്, ഐ ഓൾവേസ് ബി മാർവൽഡ്. മാർവൽ എന്ന് വെച്ചാൽ എന്താ, ഞാൻ ആശ്ചര്യപ്പെടുകയാണ്, ഞാൻ എന്തുവാ പ്ലീസ് ചെയ്യുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്, വണ്ടർ ചെയ്യാണ്. എന്താണ്, ഈ പല സാഹചര്യങ്ങളിലെ ജീവിതങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ എന്നെ സ്വയം ഒന്ന് വിലയിരുത്താനും ഞാൻ എത്രത്തോളമാണെന്നൊന്ന് വിലയിരുത്താനും എൻ്റെ മൂല്യം എന്തെന്ന് മനസ്സിലാക്കാനും എല്ലാം എനിക്ക് വലിയ സാഹചര്യങ്ങൾ, വലിയ അവസരങ്ങളാണ് കിട്ടുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു ജീവിതയാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ, നിങ്ങളും ഒരു ജീവിതയാത്രയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം എത്ര വയസ്സായി, ഒരു 13 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. 12 ഞാൻ ഒന്ന് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ, പോട്ട് 12 എന്നാൽ 10 കൂട്ട്, ഒന്ന് കുറച്ച് സമാധാനമായല്ലോ. നിങ്ങൾ വലിയ പിള്ളേരല്ല, കൊച്ചു പിള്ളേരാണ്. അപ്പോൾ ഈ 10 വയസ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു 12 വയസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കടന്നുപോയതായ ആ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കുക, നിങ്ങൾ കടന്നുപോയതായ വ്യക്തികളെക്കുറിച്ച് ഓർക്കുക. ഓർക്കുമ്പം വലിയ സമ്പാദ്യത്തിൽ വലിയ വലിയ ചിന്തകളുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടാവാം. അവരിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടാവാം അല്ലേ, എന്തെങ്കിലും ഒരു നല്ല പാഠം ഉൾക്കൊണ്ട് കാണും. അത് ചിലപ്പോൾ മോശമായ പാഠവും നമ്മൾ ഉൾക്കൊണ്ട് കാണും. ആ മോശമായ പാഠത്തിൽ നിന്ന് നല്ലതിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യാനും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊരു അനുഭവം അല്ലേ. നിങ്ങൾ കടന്നുപോയ വഴിയിൽ ചിലപ്പം തീരെ മോശമായ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവാം, ഏറ്റവും ബാഡായിട്ടുള്ള, നമുക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികൾ. പല രീതിയിലാവാം. അത് അവരുടെ പെരുമാറ്റം കൊണ്ടാവാം, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതിൻ്റെ ആവാം, അങ്ങനെ പല രീതിയിലുള്ളതായ വ്യക്തികളെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവരെങ്ങനെയും നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോണേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അവരുടെ അടുത്ത് നമുക്ക് പിന്നെ കൂട്ടുകൂടണ്ടെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കുമായിരിക്കുമല്ലോ. ഇനി ഈ വൃത്തിയില്ലാത്തെന്ന് ഉദ്ദേശിക്കാൻ ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരനാണെന്ന് വെച്ചു, അല്ലെ വെറും പാവം പിടിച്ച ഒരു വ്യക്തി, അന്നത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുമ്പോൾ അവിടെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു ജീവിതയാത്രയിൽ തന്നെ നിങ്ങൾ വേറെ ദൂരെ ഒന്നും യാത്ര ചെയ്യേണ്ട, നിങ്ങളുടെ ജീവിതയാത്രയിൽ തന്നെ നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് പല രീതിയിൽ മൂല്യം തരുന്നത്. അപ്പോൾ കടന്നു പോകുന്നതിലെ മോടിയുള്ളത് മാത്രമല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ കാണുന്ന ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കോടീശ്വരൻ്റെ ജീവിതം കണ്ടിട്ട് അപ്പോൾ എനിക്കും അതുപോലെ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് പണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഉള്ള ഇതാ, ലഹരിക്ക് അടിമയാവുക, പ്രണയത്തിൽ പോയി വീഴുക, അതൊക്കെ എന്താണ്, സുഖസൗകര്യത്തിൻ്റെ പുറകെ പോകുമ്പോഴുള്ള സാഹചര്യമാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് ഒരു കൂട്ടുകെട്ട് വരുമ്പോൾ ഒരു കാരണവശാലും തമാശയ്ക്കാണെങ്കിൽ പോലും ഒരു ലഹരി വസ്തു പോലും, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമാണ്. ഒരു കൂട്ടുകാരെ പോലും അമിതമായി വിശ്വസിച്ച് ഒന്നിനും ഒരു ട്രയലിന് പോലും പോകരുത്. അത് പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും നല്ലതായിരിക്കണം. നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരോടൊപ്പം കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലെ നല്ല മൂല്യമായിരിക്കണം നിങ്ങളുടെ സുഹൃത്തിനും കിട്ടുക. ആ സുഹൃത്തിൻ്റെ നല്ല മൂല്യമായിരിക്കണം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അല്ല മോശമായതാവരുത്. മോശമായ വഴിയിൽ ഒരു സുഹൃത്ത് പോകുന്നത് കണ്ടാൽ തിരികെ നല്ല വഴി കൊണ്ടുവരാനായിട്ടും നമുക്ക് സാഹചര്യം ഉണ്ടാവണം. അതിപ്പോൾ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ പലരും പല രീതിയിലുള്ള ക്യാരക്ടറായിരിക്കും ഉള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ തന്നെ രസത്തിന് ഏതെങ്കിലും വാട്സപ്പിൽ കിട്ടിയതായ എന്തെങ്കിലും മെസ്സേജുകൾ ചിലപ്പോൾ ഷെയർ ചെയ്ത് പോയെന്നിരിക്കാം. അപ്പം നിങ്ങൾ തന്നെ പറയണം, അത് ചെയ്യരുത്, അത് തെറ്റാണ്, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, ശരിയല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അങ്ങനെ മോശമായ മെസ്സേജസ് ഷെയർ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ തിരുത്തുക. സ്നേഹത്തിലുള്ള തിരുത്തലാവണം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻസിൽ വേണം നമ്മുടെ ജീവിതം എടുക്കാൻ. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ഈ പോയത്തിൽ തന്നെ നമ്മുടെ ഓഥറിൻ്റെ ഒരു യാത്രയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആ യാത്രയിൽ അദ്ദേഹം എന്തുമാത്രം ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് കണ്ടു കാണുമല്ലോ താഴോട്ട്. ഫസ്റ്റ് വൺ കണ്ടോ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹി ട്രാവൽസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളും ചിന്തകളും കൊണ്ടുവന്ന് യാത്ര ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ബുക്കിൽ എഴുതിക്കോണേ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ. ഓരോ കാര്യങ്ങളും അത് എന്ത് ചെയ്യാണ്, അതെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുന്നു. അത്
കീൻ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പ്ലോറിംഗ് ഉദ്ദേശം, അതായത് സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിനെ കൂടുതലായിട്ട് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു യാത്രയാണ്. ഞാൻ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്തും ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. വാട്ട് ഈസ് ദ പോയിന്റ് മീൻ ബൈ ഐ ട്രാവൽ വിത്ത് മൈ പെൻ? ഞാൻ എൻ്റെ പെന്നും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എന്താ ഉദ്ദേശിച്ചത്? പോയിട്ട് എന്താ ഉദ്ദേശിച്ചത്? എല്ലാ കാര്യങ്ങളും അദ്ദേഹം കുറിച്ചെടുക്കുന്നുണ്ട് അല്ലേ? കുറിച്ചെടുക്കുന്ന യാത്രാക്കുറിപ്പ് തയ്യാറാക്കുന്ന, നമ്മളൊരു യാത്ര പോയാൽ യാത്രാക്കുറിപ്പ് തയ്യാറാക്കണം. അത് നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എന്നും ഓർമ്മയെ സൂക്ഷിക്കാവുന്ന നല്ലൊരു അനുഭവമാണ്. പിന്നെ അടുത്ത തേർഡ് വൺ, ദാറ്റ് സംതിങ് ന്യൂ സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? എന്താ അദ്ദേഹം ഈ ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? എന്തെങ്കിലും പുതിയതെൻ്റെ ജാതകത്തിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ടാവും എന്നുള്ള പ്രതീക്ഷ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയൊരു അനുഭവം അല്ലേ? വ്യത്യസ്തമായൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. വ്യത്യസ്തമായൊരു അനുഭവം. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം, മലയാളത്തിലൊന്ന് പറഞ്ഞു പോവാം. ദെൻ ഹു ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ദ പോയറ്റ് മീറ്റ്സ് ഡ്യൂറിങ് ഹിസ് ജേർണി? പലതരത്തിലുള്ള ആൾക്കാർ, ആരെയൊക്കെ അതേ മീറ്റ് ചെയ്യുന്നത്? അവിടെ ഈ പോയത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? എന്തോ? ചിൽഡ്രൻ, മെൻ, പിന്നെ ട്രൈബ്സ്മെൻ, ഗേൾസ് അല്ലേ? ഗേൾസ്, ഗേൾസ്, ഓക്കെ. അത് കുറിച്ച് തന്നാൽ മതി. ഇനി ഫിഫ്ത്ത് വൺ, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേർണി. വാട്ട് ഡസ് ദ പോയിന്റ് മീൻ ബൈ ദിസ്? ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് വാല്യൂ തരുന്നതാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോയിട്ട്? ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും എന്താണ്? ഒരു യാത്രയാണ്, ഒരു ട്രാവലാണ്, ഒരു യാത്രയാണ്. അതിലും എന്താണ്? ജീവിതത്തിലും നല്ലത് വരാം, ഗുഡ് വരാം, ബാഡ് വരാം, അഗ്ലി വരാം. നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാം, മോശമായ സാഹചര്യം വരാം, പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്ത അതിലൂടെ എല്ലാം നമുക്ക് കടന്നു പോകുമ്പോഴും അതെല്ലാം ഓരോ പാഠങ്ങൾ, ഓരോ വാല്യൂ, നല്ലൊരു വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് ജീവിതത്തിനെ, പുതിയ ചലഞ്ചസിനെ, പുതിയ അനുഭവങ്ങളെ, അല്ലെങ്കിൽ പുതിയ തടസ്സങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കൂടിയായിരിക്കും തരുന്നത്. അപ്പോൾ ജീവിതയാത്രയും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നർത്ഥം. അടിച്ചു പൊളിച്ചു പോകാമെന്നല്ല അർത്ഥം. അതിസൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തിനെ പഠിച്ച് നല്ല കാര്യങ്ങളെ വിശകലനം ചെയ്ത് നല്ലതിനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ. ഇനി ഈ നമ്മൾ പോയം പഠിക്കുമ്പം അടുത്ത പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു? റൈമിംഗ് വേർഡ്സ്. ഇതിനകത്ത് റൈമിംഗ് വേർഡ്സ് ഉണ്ടോ? ഇസ് ദർ എനി റൈമിംഗ് വേർഡ്? ആദിയ അഷ്റഫ്, can you say a pair of rhyming word? ആദിയ അഷ്റഫ്, ഒരു പേര് പറഞ്ഞേ. പറഞ്ഞേ റൈമിംഗ് വേർഡ്. ആദ്യത്തെ 4 ലൈൻസിൽ ഒരു പേര്. ഓക്കെ. ക്രൈ, വൈ. ഓക്കെ. അടുത്ത സ്റ്റാൻസിൽ ശ്രേയ. ശ്രേയ എസ്. അടുത്ത സ്റ്റാൻസിലുണ്ടോ? വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് കയറിപ്പോയോ? പറ. ഇല്ലയോ? ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. പെൻ മെൻ, അത് റൈമിംഗ് വേർഡാണ് അല്ലേ? പെൻ മെൻ. അൻസലിന് അടുത്ത സ്റ്റാൻസിലുണ്ടോ റൈമിംഗ് വേർഡ്? ഏതാ? ഹോപ്പ്, ഹോറോസ്കോപ്പ് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഹോപ്പ്, സ്കോപ്പ്. ഹോറോസ്കോപ്പ് വേണ്ട, ഹോപ്പ്. അടുത്ത വേണ്ട സ്കോപ്പ്. ഹോപ്പ്, സ്കോപ്പ്. അതാണ് ഒന്നുകൂടെ പെർഫെക്റ്റ്. ഹോറോസ്കോപ്പിനെക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് സ്കോപ്പ്. ഹോപ്പ്, സ്കോപ്പ്. ഹോപ്പ്, സ്കോപ്പ്. അടുത്ത സ്റ്റാൻസിൽ ഗൗരി എന്ന് പറഞ്ഞ ഗൗരി അടുത്ത ഏതാ ഉള്ളേ? പ്ലേസസ്, റേസസ്, ഫേസസ് ആണ് ഏറ്റവും. റേസസും ഫേസസും ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പ്ലേസസ് എന്നുള്ളതിനെക്കാട്ടി റേസസ്, ഫേസസ് അതല്ലേ ഒന്നുകൂടെ അനുയോജ്യമായിട്ടുള്ളത്. റേസസ് ആൻഡ് ഫേസസ്. പിന്നെ പ്ലേസസ് ആൻഡ് ലേസസ്, അത് ആ 2 ജോഡിയല്ലേ ചേരുന്നേ?
പ്ലേസസ്, ലേസസ്, എൽ സൗണ്ട് വരുന്നതിൽ. അപ്പോൾ ആ പേരൊന്ന് ഓർത്തോണേ. പ്ലേസസ്, ലേസസ്, റേസസ്, ഫേസസ്. ഓക്കെ. അടുത്തതിനകത്തുണ്ടോ? പറഞ്ഞോ ഫിറൂബേ. നിന്നിൽ തുടങ്ങി നിന്നിൽ അവസാനിപ്പിക്കുന്നു. പറഞ്ഞോളൂ. മണി, ടെസ്റ്റ് മണി, അല്ലെ മണി, ജേർണി, അതും പറഞ്ഞൂടെ? നീന്ന് അവസാനിക്കുന്നുണ്ട്. ഓക്കെ. വേറെ അഗ്ലിയുടെ കൂടെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇന്ന് തന്നെ ഈ പോയം ഒരു 5 ആവർത്തിയെങ്കിലും റിപ്പീറ്റായിട്ട് വായിക്കുക. വായിച്ചിട്ട് മീനിങ്സ് നോട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട് ചെയ്യണം കേട്ടോ. ഈ രാത്രിയിൽ ഒരു 11 മണി വരെയെങ്കിലും ഇരുന്ന് പഠിക്കണം. ഹൈസ്കൂളിലെ കുട്ടികളാണ്, കൊച്ചു പിള്ളേരല്ല. രാവിലെ അതുപോലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കണം. ഇങ്ങനെ എഴുന്നേറ്റ് ശീലിച്ചാൽ 10ാം ക്ലാസ് ആകുമ്പോൾ നമുക്ക് പ്രയാസമില്ലാതെ പഠിക്കാൻ പറ്റും. മാത്സിൻ്റെ ക്ലാസ് ഉള്ളപ്പോൾ മാത്രം 5 മണിക്ക് എഴുന്നേറ്റാൽ പോരാ. എല്ലാ ദിവസവും 5 മണിക്ക് ഒരു 5:30 എഴുന്നേറ്റ് ശീലിക്കണം. അല്ലെ സ്കൂൾ തുറന്നാലൊന്നും നമ്മൾ അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ അവിടെ പ്രവർത്തിക്കും, നമ്മൾ കിടന്ന് ഉറങ്ങും. അതുപോലെ ആയിപ്പോവും. ചിട്ടയെന്ന് പഴയതുപോലെ ഒരു ചിട്ടയായിട്ട് കൊണ്ടുവരണം. ഇനി അധികം ദിവസങ്ങളില്ലല്ലോ നമുക്ക് സ്കൂൾ തുറക്കാൻ. അപ്പോൾ ആ ഒരു ചിട്ടയെന്ന് കൊണ്ടുവരാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് ശീലിക്കണം. അല്ലെങ്കിൽ സ്കൂളിൽ വന്നിരുന്ന് ഉറക്കം തൂങ്ങും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാകുമ്പോൾ. ഓക്കെ. ഇതിൻ്റെ റൈമിംഗ് വേർഡ്സ് എഴുതണം. പിന്നെ അതുപോലെ അലിട്രേഷൻ വല്ലതും ഉണ്ടോ? അതുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അലിട്രേഷൻ വല്ലതും ഉണ്ടോ? അലിട്രേഷൻ, അസനൻസ് എന്തെങ്കിലും ഉണ്ടോ? വേർഡ് പിക്ചേഴ്സോ ഓഡിറ്ററി ഇമേജസോ എന്തെങ്കിലും? ഓഡിറ്ററി ഇമേജസ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഞാനൊന്നും പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടില്ല. അലിട്രേഷൻ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ? അലിട്രേഷൻ അല്ലല്ലോ അത്. വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഏതാ? വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഏതാ? വേറെ ആരുടെ ഓഡിയോ ഓൺ ആവുന്നില്ല ഉണ്ടോ? വവൽ സൗണ്ട്സ് ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ എന്തായിരുന്നത്? ആരുടെയൊന്നും ഉത്തരം കിട്ടുന്നില്ല. എന്തോ? അല്ല, ഞാൻ ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറ. അസനൻസ്. ഒരേ ലൈനിൽ തന്നെ വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അത് അസനൻസ് ആണ്. അപ്പം ഏഷ്യ, അമേരിക്ക, എ ഒരേ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക ലൈനിൽ. അപ്പം എന്താ അത്? അസനൻസ്. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ വവൽസ് അല്ലാത്ത സൗണ്ട് ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക. നേരത്തെ എന്തുവാ സാറ ഏതോർണം പറഞ്ഞല്ല? ട്രാവൽ വിത്ത് മൈ ത്രോട്ട്. ട്രാവലും തോട്ടും അത് നമുക്കൊരു അലിട്രേഷനായിട്ട് പറയാം. ടി. അതുപോലെ തന്നെ അതും യെസ് സംതിങ് സെയിം. ഓക്കെ. സെയിം, സംതിങ് സെയിം. ഇത് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും കഴിവതും ഒരു ലൈനിൻ്റെ ഗ്യാപ്പൊക്കെ, ഒരു വേർഡിൻ്റെ ഗ്യാപ്പ്, 1-2 വേർഡിൻ്റെ ഗ്യാപ്പ് കുഴപ്പമില്ല. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ വരുമ്പോൾ സംതിങ് ന്യൂ, സ്പ്രിങ്, എസ് ഒരു ലൈനിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഡിസ്കോപ്പ്, എസ് അത് അലിട്രേഷൻ. അതൊക്കെ അലിട്രേഷൻ്റെ സാധ്യതകളുള്ളതാണ്. ഓക്കെ. ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. വീട്ടിലെല്ലാവരും കേക്ക് തന്നെ ഒരു 5 ടൈംസ് വായിക്കണം. ശിവാനി, ശ്രേയയും കൂടെ ചേർന്ന് 5 പ്രാവശ്യമല്ല, ഒരാൾ 5 പ്രാവശ്യം കേട്ടോ. അവിടെ ജോഡിയില്ല കേട്ടോ. പ്രത്യേകം വായിക്കണം. 5 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 പേരുടെ ചേർന്ന് 5 ആക്കി വെക്കരുത്. അപ്പം വിശപ്പിൻ്റെയൊക്കെ അങ്ങേയറ്റമായി കാണുമല്ലോ.